നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഒരു പ്രധാന വാർത്തയിലേക്ക്. ഹൈറേഞ്ചിലെ പള്ളികളുടെ കുരിശുപള്ളികൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഹൈറേഞ്ചിലെ പള്ളികളുടെ കുരിശുപള്ളികൾ, വിവിധയിടങ്ങളിൽ കുരിശുപള്ളികൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിൽ വ്യാപകമായി കുരിശുപള്ളികളുടെ ചില്ലുകൾ എറിഞ്ഞ് തകർത്തിരിക്കുന്നത്. കട്ടപ്പന 20 ഏക്കർ, ഇടുക്കിക്കവല, പുളിയൻമല, കമ്പംമെട്ട് പള്ളി കപ്പേളകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ചില്ലുകൾ എറിഞ്ഞ് തകർത്തിരിക്കുന്നു. കട്ടപ്പന നഗരത്തിൽ ഇടുക്കിക്കവലയിലുള്ള ഓർത്തഡോക്സ് പള്ളിയുടെ കപ്പേളയും പുളിയമല സെന്റ് ആന്റണീസ് പള്ളിയുടെ ഹിൽ ടോപ്പിലുള്ള കപ്പേളയുമാണ് തകർത്തത്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു. സഭയുടെ 20 ഏക്കറിലുള്ള കുരിശുംതൊട്ടി, കട്ടപ്പന ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കുരിശുംതൊട്ടി, അതുകൂടാതെ പഴയവച്ചറ പള്ളിയുടെ കുരിശുംതൊട്ടികൾ, കമ്പമേട്ട് പള്ളിയുടെ കുരിശുംതൊട്ടി, ഇത്രയും കുരിശുംതൊട്ടികളിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ ചില്ലുകളൊക്കെയും എറിഞ്ഞ് തകർത്തതായിട്ടാണ് കാണുന്നത്. ഇത് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ, പ്രകാരം ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ളതായ ഒരു പ്രത്യാശയിൽ ആണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. വളരെ ഖേദകരമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയിൽ ഇത്രയും പള്ളികളുടെ കുരിശുംതൊട്ടികളിൽ ഉണ്ടായത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയത്. കട്ടപ്പനയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ വളരെ സമാധാന അന്തരീക്ഷത്തോടുകൂടി കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കുന്ന ഒരു മേഖലയാണിത്. ഈ ഒരു സാഹചര്യത്തിന് കളങ്കം വരുത്തക്ക രീതിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രിയുടെ മറവിൽ ഈ കുരിശുപള്ളിക്ക് നേരെ കല്ലെറിയുകയാണ് ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, സമാനമായ ഈ ഹൈറേഞ്ചിൻ്റെ വിവിധ മേഖലയിൽ പുളിയൻമല, മുണ്ടിപ്പള്ളം, അതുപോലെ തന്നെ കമ്പംമെട്ട്, ഇങ്ങനെ ചേറ്റുകുഴി, അങ്ങനെ 3-4 കുരിശുപള്ളികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ CC ക്യാമറയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരു കോട്ടിട്ട ഒരു ബൈക്കുധാരിയായിട്ടുള്ള ഒരാൾ ഇന്നലെ രാത്രിയുടെ മറവിൽ വന്ന് എറിയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് അപ്പോൾ വളരെ ബോധപൂർവമായി തന്നെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ കുരിശുപള്ളിക്ക് നേരെയുള്ള ആക്രമണം നടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ഷന് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ പോലീസ് ശ്രമമാണ് ഈ ഹീനപ്രവർത്തി ചെയ്ത ആളുകളുടെ മേലിലുണ്ടായിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇത് നാടിൻ്റെ, പ്രത്യേകിച്ച് കട്ടപ്പനയുടെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന നടപടിയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് അനുവദിക്കത്തില്ല. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കുരിശടി കമ്പംമെട്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കീഴിലുള്ള മൂങ്ങിപ്പള്ളം കുരിശടിയാണ്. ഇവിടെ നാനാജാതി മനുഷ്യർ വരെ പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും അനുഗ്രഹം പ്രാപിക്കുകയും വിശ്വാസികളായി ഇതിനോട് അനുഭാവപൂർവ്വം അതിൻ്റെ ക്രമീകരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ തന്നെ. ഇവിടെ ഇപ്രകാരമുള്ള ഒരു അനിശ്ചിത സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏതോ കുൽസിത പ്രവൃത്തിയും അവരുടെ ഇപ്രകാരമുള്ള ചിന്തയും ആണ് എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം മനുഷ്യരുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് ഭാഗത്തു നിന്നും ഉണ്ടായാലും, ഏത് തരത്തിലുണ്ടായാലും അതിനെ കമ്പംമെട്ട് സെന്റ് മേരീസ് ഇടവകയുടെ കീഴിലുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ മതസ്ഥരുടെയും എല്ലാ വ്യക്തികളുടെയും പ്രതിഷേധവും അതിനോടുള്ള വിദ്വേഷവും പിന്നെ മത ജാതി ചിന്തകൾക്ക് അതീതമായി ജീവിക്കുന്ന ഒരു ജനമുള്ള ഇടത്തിൽ ഇപ്രകാരമുള്ള ഒരു അവസരം ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്രകാരം ഉള്ള അനീതിക്ക് എതിരെ ഇടവകയുടെയും ഈ ദേശത്തിൻ്റെയും എല്ലാ പ്രതികരണവും അതിനോടുള്ള എല്ലാ വിദ്വേഷവും ഇപ്രകാരം സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള പ്രതിഷേധവും അറിയിക്കുന്നു. ഇടവകയുടെ എല്ലാ പ്രതിഷേധവും ഇതിനോട് ചേർന്നിട്ടുണ്ടാവും. ഇതിന് അനന്തര നടപടികൾ സ്വീകരിക്കണം. ഇത് ഈ ഒരു കുരിശടി മാത്രമല്ല, നമ്മുടെ പഴയവച്ചറ പള്ളിയുടെ കുരിശടിയുണ്ട്, ചേറ്റുവഴിയുണ്ട്, പോത്തുങ്കണ്ടമുണ്ട്, കട്ടപ്പനയുണ്ട്,
ഇവിടെ കമ്മരിപ്പടി, കട്ടപ്പന കമ്മരിപ്പടിയുടെ പള്ളിയുടെ കുരിശടിയും ഇങ്ങനെ ചേർത്തായിട്ട് അറിയുന്നു പുളിയമല. അപ്പോൾ ഇപ്രകാരമുള്ള പള്ളികളുടെ കുരിശടികൾ നശിപ്പിക്കുന്നതിന് അത് ഏത് പ്രദേശത്തുള്ളതായാലും അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ഒരു വിഷമമുണ്ടാക്കുന്നൊരു അവസ്ഥയാണ് എന്നുള്ളത് കൊണ്ട് ഭരണാധികാരികൾ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ജനത്തിനും അവരുടെ സ്വത്തിനും സംരക്ഷണം ഉണ്ടാകത്തക്ക രീതിയിൽ വിശ്വാസികളുടെ വിശ്വാസത്തിന് ക്രമീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ നടപടികളിലും അധികാരിയുടെ ഭാഗത്ത് അവർ സ്വീകരിക്കണം. എന്തായാലും അതിന് എല്ലാ പ്രതിഷേധങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. കമ്പംമെട്ടിലും സമാനമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് കപ്പേളകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വിവരം. രാവിലെയാണ് വിശ്വാസികൾ ഈ വിവരം അറിയുന്നത്. കട്ടപ്പന മുതൽ കമ്പംമെട്ട് വരെയുള്ള വിവിധ ഇടങ്ങളിലുള്ള പള്ളികളുടെ കപ്പേളകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങളിലെത്തിയ ആരോ കല്ലെറിഞ്ഞ് തകർത്തതിന് ശേഷം കടന്നു പോവുകയായിരുന്നു എന്നാണ് വിവരം. സംഭവത്തിൽ വിശ്വാസികളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നമസ്കാരം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.